ഹലോ ഗെയ്സ്, ഇന്നൊരു ഫ്രൈഡേ. സാധാരണ പോലെ ഉച്ചക്ക് ഒരു ഫിഷിങ്ങിന് ഇറങ്ങുകയാണ്. തണുപ്പുണ്ട്, അതുകൊണ്ട് വെയിലിനൊന്നും ചൂടുണ്ടാവില്ല. ഇന്ന് ഉച്ചക്ക് ഇറങ്ങിയതാണ്. ഫ്രണ്ട് വരാം, എൻ്റെ റിലേഷനാരോ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മീൻപിടുത്തം കാണാമെന്നൊക്കെ പറഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ അങ്ങനെ പോവാണ്. വീഡിയോ എടുക്കുന്നത് ഫ്രണ്ട് നെജിമുമാണ്. അങ്ങനെ ഓൺ ദ വേ ആണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഓടാണ്ട്. അപ്പോൾ അത് സ്പീഡാക്കിയിട്ട് ഇങ്ങനെ പോകട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ലുലു മാർക്ക് ആൻഡ് സേവ് ഒക്കെ എത്തി. അവിടുന്ന് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോർണിഷിൽ വെച്ചിട്ട് കാണാം. ഓക്കെ. പിന്നെ സാധാരണ കുറേ ഒന്നും വീഡിയോ ചെയ്യില്ല, എപ്പോഴെങ്കിലൊക്കെ ചെയ്യലുള്ളൂ. ഇന്നിപ്പോൾ അവർ വരുന്നുണ്ട് പറഞ്ഞപ്പം ജസ്റ്റ് ക്യാമറ എടുത്തിരുന്നു. അങ്ങനെ ബഹ്റൈൻ ബ്രിഡ്ജിൻ്റെ അവിടേക്കാട്ട് പോണ്. ബഹ്റൈൻ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യണം അവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട്. ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അവർ കുറച്ച് കഴിഞ്ഞാൽ എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ ഇനി ക്യാമറമാൻ്റെ വോയിസ് ആയിരിക്കും, കുറച്ച് സമയം കേൾക്കട്ടോ. ഇനി അവരാണ് വോയിസിൽ. ഗായ്സ്, ഇതാണ് ബഹ്റൈനും സൗദിയും ബന്ധിപ്പിക്കുന്ന ബഹ്റൈൻ ബ്രിഡ്ജ്, ലോകത്തറിയപ്പെടുന്ന. ഇതിൻ്റെ സൗദിൻ്റെ തുടക്കമാണിത്. അവിടെയാണ് നമ്മൾ ചൂണ്ടിടാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹായ്, ചൂണ്ട സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്തും സംഭവിക്കും. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ചൂണ്ടലുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകാം. അവിടെയാണ് നമ്മളെ കളി. അവിടെ കൊണ്ട് ചൂണ്ടലിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത്. ഇപ്പോൾ കുറേ ആൾക്കാർ വരാൻ പറഞ്ഞു. അപ്പോൾ ഓരൊക്കെ വരുകരം പൊളിക്കും. പക്ഷെ ഞങ്ങൾ മീനൊന്നും കഴിക്കില്ല, ചൂണ്ടൽ സലാമ കുറച്ച് കഴിക്കുമ്പോൾ. അതാണ് പരിപാടി. ആദ്യം ചൂണ്ടൽ ഓപ്പൺ ചെയ്യും. ഓക്കേ, കണ്ട ഇതാണ് നമ്മളെ പരിപാടി. അങ്ങോട്ട് നോക്ക്, അതാണ് ചൂണ്ടൽ ഓപ്പൺ ആക്കുന്നു. ഒന്നും ചാടൂലല്ലോ. നമ്മൾ ഫസ്റ്റ് മീന് വേണ്ടിയിട്ട് ചൂണ്ടയിടാൻ പോവാണ്. ഇന്നത്തെ ആദ്യത്തെ ചൂണ്ടലാണ്. എന്താണ് സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. പുതിയ മെഷീൻ മാത്രമേ പുതിയുള്ളൂ. എൻ്റെ വടി പഴയതുള്ളത്. അത് നമ്മൾ എറിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കി നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി വിട്ടിരിക്കണം അല്ലേ? കിട്ടുന്നുണ്ട്, നിങ്ങളെ കിട്ടുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ കിട്ടണില്ല. അപ്പം അങ്ങോട്ട് വലിച്ചാൽ മതിയല്ലോ അല്ലേ?
കൊത്തുന്നുള്ളൂ, ഇട്ടിട്ടുള്ളൂ. കൊത്തുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതായിരിക്കും നന്നാവുക. എന്തായാലും നമുക്കൊന്ന് കിട്ടിക്കണമെന്ന് തോന്നുന്നു, വലിക്കുന്നുണ്ട്. അവസ്ഥ നമുക്ക് നോക്കാം. അങ്ങനെ ഫസ്റ്റ് മീൻ നമ്മൾ പിടിച്ചിരിക്കുന്ന മക്കളെ, ആദ്യത്തെ മീൻ നമ്മൾ പിടിച്ചിരിക്കുകയാണ് അതിസാഹസികമായിട്ട്. ഭയങ്കരമായിട്ട് പൊട്ടിയിട്ടുണ്ട്, വളരെ പ്രശ്നമാണ്. കുറച്ച് വെള്ളത്തിലിടാൻ കുറച്ച് മീൻ ജീവൻ കൊടുക്കാമെന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കുറച്ച് ചെറുത് നീ എടുക്കുമ്പോൾ നോക്കിയാൽ പോരെ. നീ വേറെ ബാറ്റുണ്ടാക്കാം. 26 കഴിഞ്ഞിട്ടല്ലേ, 26 ഓണാക്കിയിട്ടില്ല, ഞാൻ ഓഫാക്കിട്ടോ. കഴിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞാലേ പറയുന്നില്ല. വീഡിയോ ചാനലാരെ വരുന്നുണ്ട്, അങ്ങോട്ട് നോക്കി.
കണ്ടുക്കണോ ഞാൻ എങ്ങനെയുണ്ട് മീനിടല് മീൻ ചൂണ്ടലിടല് നല്ല രസമുണ്ടോ ഇതിന് മുമ്പ് കണ്ടുക്കണോ അങ്ങനത്തെ ചൂണ്ടലിടല് ആരെങ്കിലും പാട്ടിടാൻ അറിയോ എന്നാ പാടെ പാടെ ഇജ്ജ് പാടെ 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 അറിയ എന്നാ ഇവിടെ പാടെ ഇജ്ജ് പാടെ അമ്പിളിച്ചേലുള്ള ഇമ്പർമാനമുള്ള ഇമ്പത്തരോണിയ പൂമുത്ത് ഹജറ തൂതെരിവിറായി ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹജറ സംസമിൻ്റെ ചരിത്രത്തിൽ ഹാജറ മർവ കഥയിലും അടിപൊളി 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 അങ്ങനെ ബോട്ട് ഉണ്ടോ ഫ്രീ ആയിട്ട് വലിയ ബോട്ട് ഞാൻ അടുത്ത ബോട്ട് ഞാൻ വീഴുന്ന് പിന്നെ ചോക്ലേറ്റ് കഴിച്ചിടാം പോകുമ്പോൾ ഇനി അറിയാം പാട്ട് ഒരു പാട് അമ്പിളിക്കരയ്ക്കുള്ളിലെ ആമ ചോല കൺമുയൽ ഇങ്ങു നീലത്തുരത്തിലെ നേർപ്പരപ്പിലും നേകിടും അമ്പിളിക്കരയ്ക്കുള്ളിലെ ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെട്ടിത ചെല്ലവുമാ തന്നെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങു പതിഞ്ഞല്ലോ താരനെ കൊടുത്തുള്ളയാൽ ചെലക്കും വെട്ടിലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെട്ടിലെ വിത്ത് വയ്ക്കാം കുഞ്ഞിയങ്കാവേ കഥ കേട്ടേ മെല്ലെ മിഴി പൂട്ട് മാറിൽ ചൂട് ഉറങ്ങ ഉറങ്ങ പൊന്നെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ നീ നടന്നു പോകുമാ നീണ്ട നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ ചൂടയാടി നീ എതിരനിന്നതേതുമേ താനയങ്ങുവാൻ കൈവിരൽ പിടിക്കുവാൻ കൂടെയായി നീ ഇവിടെ അങ്ങനെ പോണ്ടിരിക്കുന്ന സാധനം അങ്ങനെ ഫാമിലി ഇങ്ങനെ ഇത്രയും മീനായിട്ട് പോയിട്ടോ ആ ഫാമിലി പോയി പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരം നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ പോണ സമയത്ത് അവർക്ക് കൊണ്ടുകൊടുത്ത് അതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ട ഫോട്ടോ കേട്ടോ ഇതവർ പോണ സമയത്ത് കിട്ടിയ മീനാണ് അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു സമയം പിടിച്ചിരുന്നു വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് മൊബൈലിൽ അങ്ങനെ ആക്കി പിന്നെ ചാർജ് പോയി